സന്തോഷത്തോടെ അവനെ ആരാധിക്കുകയും സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുകയും യഹോവയുടെ ആലയത്തിൽ നടുതലയായ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ കഴിയും. വാർദ്ധക്യത്തിലും അവർ ഫലം കാഴ്ചവഴിക്കും. അവർ കുട്ടിവെച്ചും പച്ചപിടിച്ചിരിക്കും. പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ വിശുദ്ധ ദിവസം നിങ്ങൾക്ക് വയോജനനായി ആചരിപ്പാൻ അവിടുന്ന് കൃപചനായി നന്ദിയോടെ വാഴ്ത്തുന്നു. തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ആരാധനയുടെ മഹത്വം അവിടെ സ്വീകരിച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആരാധനയുടെ എല്ലാ ഒരുക്കങ്ങളിലും തിരുകൃപയും സാന്നിധ്യം കൊടുത്തതിനായിട്ട് സ്തോത്രം. തുടർന്ന് മങ്ങളുടെ കൃപാകടാക്ഷവരുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്തോടെ ഏറ്റെടുക്കും പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 295 ഗീതം ഗായകസംഘത്തോട് ചേർന്ന് പാടാൻ. 295 ഗീതം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പാപിയുടെ മരണത്തിലല്ല തന്റെ വഴിവിട്ട് തിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവിടെ നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയാശത്തോടും സ്വർഗീയ കൃപാസനത്തിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. ആരാധനക്രമത്തിൽ 10-ാം പുറത്തുള്ള 2ാമത്തെ അനുതാപ പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരുദ്ധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങേ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തുവിലൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയമസമയത്തോടകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കാനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. ദൈവത്തിൽ നിന്ന് ദാനമായിട്ട് ലഭ്യമായി തീരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്മകൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. പ്രത്യേകിച്ച് വയോജനങ്ങളായി നാടുകളിൽ നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സ്തോത്ര പ്രാർത്ഥനയ്ക്കായി ആരാധനക്രമത്തെ 17-ാം പുറത്തുള്ള സ്തോത്രലിത്താൻ നമുക്ക് ഉപയോഗിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു എന്ന് എല്ലാവരും പ്രതിവാക്യമായിട്ട് ചൊല്ലാം. ദൈവമേ, ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജനങ്ങളുടെ മേലും അവിടുന്ന് കൃപയായി നൽകിയിട്ടുള്ള സകലദാനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ജീവന് വേണ്ടിയും ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിന് വേണ്ടിയും അവിടുത്തെ കൃപയാൽ ഞങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള സത്യത്തിനായും ഞങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന എല്ലാ നന്മയ്ക്കായും ദിവ്യമായ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ എടുത്തുന്ന വിശ്വാസത്തിനായും പ്രത്യാശയ്ക്കായും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ പ്രപഞ്ചം, പകൽ രാത്രി, വേനൽ, മഴ, വിത, കൊയ്ത്ത്, സസ്യതികൾ എന്നിവർക്ക് വേണ്ടിയും സകല സന്തോഷങ്ങൾക്കായും ആശ്വാസങ്ങൾക്കായും കുടുംബ സംബന്ധമായ അനുഗ്രഹങ്ങൾക്കായും സ്നേഹിതന്മാർക്കായും സാമൂഹ്യ ജീവിതത്തിലെ നിർമ്മല സന്തോഷം, സ്ത്രീകൾ, സഹതാപം എന്നിവയ്ക്കായും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപജീവനമാർഗങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, ശാസ്ത്രം, കല, സംസ്കാരം എന്നിവയ്ക്കായി സാമൂഹ്യ നീതിക്കും അതിരുടെ വിമോചനത്തിനും അവസരോദ്ധാരണത്തിന് വേണ്ടി പോരാടുന്ന ഭരണാധിപന്മാർ, സാമൂഹ്യ പ്രവർത്തകർ, നിർമ്മാതാക്കൾ, ശാസ്ത്രജ്ഞന്മാർ തുടങ്ങിയവർക്കായി ദൈവം ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവതിവാക്കൾ, വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ എന്നിവർക്കായി അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിനായും സഭയിലെ വിവിധ ശുശ്രൂഷകൾക്കായും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വെച്ചിരിക്കുന്ന സന്ദർഭങ്ങൾക്കായും ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ ദൈവമേ, ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് അങ്ങയെ സ്തുതിച്ചും ഞങ്ങളെ തന്നെ അങ്ങേക്ക് പ്രതിഷ്ഠിച്ച് ജീവിക്കുന്നതിനും ജീവിതത്താൽ അങ്ങയെ സ്തുതിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവേ, ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുമുമ്പാകെ പ്രസാദകരമായി ഇരിക്കുമാറാകട്ടെ. ആമീൻ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള ദൈവവചനം. മർക്കോസ് 2:1 മുതൽ 12 വരെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം
യേശു പിന്നെയും കഫർന്നഹൂമിൽ ചെന്നു. അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പരന്നു. ഉടനെ വാതിൽക്കൽ പോലും ഇടമില്ലാത്തവരും വണ്ണം അനേകർ വന്നുകൂടി. അവൻ അവരോട് തിരുവചനം പ്രസംഗിച്ചു. അപ്പോൾ 4 പേർ ഒരു പക്ഷപാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ജനക്കൂട്ട നിമിത്തം അവനെ സമീപിക്കുവാൻ കഴിയാത്തതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് പക്ഷപാതക്കാരനെ കിടക്കയോടെ ഇറക്കി വെച്ചു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ചില ശാസ്ത്രിമാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ ഇപ്രകാരം ഹൃദയത്തിൽ ചിന്തിച്ചു, ഇവൻ ഇങ്ങനെ ദൈവദോഷം പറയുന്നത്, ദൈവം ഒരുവനല്ലാതെ പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിയുന്നവൻ ആർ? ഇങ്ങനെ അവർ ഉള്ളിൽ ചിന്തിക്കുന്നത് യേശു ഉടനെ ആത്മാവിൽ ഗ്രഹിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ത്? പക്ഷപാതക്കാരനോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഉടനെ അവൻ എഴുന്നേറ്റ് കിടക്കയെടുത്ത് എല്ലാവരും കാണുക പുറപ്പെട്ടു. എല്ലാവരും വിസ്മയിച്ചും ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ആരാധനക്രമ 22-ാമത്തെ പുറ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കരുകൾ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തിൽ കഷ്ടപ്പെട്ട് ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടെ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ അവിടുന്ന് വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ മുഴക്കാലുകളുടെ ദിവസം മടക്കാം. നമ്മുടെ സഭയുടെ എല്ലാവിധമായ ശുശ്രൂഷകൾക്കായും ആരാധനകൾക്കായും വികസന പ്രവർത്തനങ്ങൾക്കായും നമുക്ക് ദൈവത്തിന് സ്തോത്രം കരേറ്റാം. പ്രത്യേകിച്ച് നവീകരിച്ച ചർച്ച് ഹാളിൻ്റെ സ്തോത്ര പ്രാർത്ഥന ഇന്ന് നാം ക്രമീകരിക്കുന്നു. ഇതിന് പിന്നിൽ അധ്വാനിച്ചവർ ഏറെയാണ്, നേതൃത്വം വഹിച്ചവർ അനേകരാണ്. തുടർന്ന് ദൈവം ഏറ്റവും സന്തോഷപൂർണമായി അനുഗ്രഹപൂർണമായി നമ്മുടെ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ വെച്ച് നടത്തി അതിലൂടെ സന്തോഷം കണ്ടെത്തുവാൻ, അനുഗ്രഹം കണ്ടെത്തുവാൻ, നന്മ കണ്ടെത്താൻ കൃപയേകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഡിസ്ട്രിക്റ്റ് മഹായിടവക, ദക്ഷിണേന്ത്യ സഭ, മറ്റ് സഹോദരി സഭകൾക്കായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കുടുംബസ്ഥർക്കും വയോധികർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ എല്ലാ വയോജനങ്ങളെയും ഓൾഡ് ഏജ് ഹോമിൽ വസിക്കുന്ന എല്ലാ വാർദ്ധക്യ മാതാപിതാക്കളെയും
അനാഥർ, വിധവമാർ, രോഗികൾ, മരിക്കാറായവർ, ദുർബല വിഭാഗങ്ങൾ, പീഡിതർ, തൊഴിൽ രഹിതർ, പ്രകൃതിക്ഷോഭങ്ങൾക്കിരയായവർ, യാത്രകളിലായിരിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്നവർ, വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ആതുരാലയങ്ങൾ, തൊഴിൽശാലകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സാമൂഹ്യക്ഷേമ പരിപാടികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗവൺമെൻറ്, ഭരണാധിപന്മാർ, നിയമനിർമ്മാണ സമിതികൾ, ലോകസമാധാനം, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആഗോള സമിതികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിൽ സാധു സന്ധാരണത്തിന് വേണ്ടി ചെയ്യുന്ന മഹനീയമായ ക്ഷേമ പദ്ധതികൾ, അടുത്ത ഞായറാഴ്ച നടക്കുന്ന പൂർ ഫണ്ട് സൺഡേക്ക് അതിൻ്റെ എല്ലാവിധമായ പ്രവർത്തനങ്ങൾക്കായും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോവിഡ് പോസിറ്റീവായി ഭവനങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രശാന്തൻ കുടുംബത്തെയും ജാസ്മിൻ ഡീക്കനസ് കുടുംബത്തെയും സുജ സാംലാൽ കുടുംബത്തെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ സൗഖ്യത്തിനായി അപേക്ഷിക്കാം. എലിപ്പനി ബാധിച്ച് പേരൂർക്കട ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുന്ന ഗിൽബർട്ട് എന്ന പിതാവിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്റ്റോണിൻ്റെ പ്രയാസം അനുഭവപ്പെടുന്ന സുനിൽ ജേക്കബ് എന്ന പ്രിയ മകന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ടൂ വീലറിൽ ആക്സിഡന്റ് സംഭവിച്ച് ആശുപത്രിയിലെ പ്രാഥമിക ശുശ്രൂഷയെ കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്ന ആൻസി എഫിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രസവാനന്തര ശുശ്രൂഷയിൽ കഴിയുന്ന പ്രിയ മക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തിയും മഹാകരുണയുള്ള ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങളെ തിരുസരിൽ അർപ്പിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുളി ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയുടെ വികസന പ്രവർത്തനങ്ങളിൽ ദൈവ നടത്തിപ്പ് ഞങ്ങൾക്ക് അനുഭവമാക്കാൻ, അത് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നന്മയും അനുഗ്രഹമായി തീരാൻ ദൈവം സഹായിച്ചിരിക്കൊണ്ട് സ്തോത്രം. തുടർന്നും അവിടുത്തെ കൃപയും സാന്നിധ്യം സന്തോഷമെല്ലാം നൽകി ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ വയോജനങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം കരേറ്റുകയും അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ദീർഘായുസ്സിന് വേണ്ടിയും, അവരുടെ വിശ്വാസസ്ഥിരതയോടുള്ള ജീവിത യാത്രയ്ക്ക് വേണ്ടി, അവരുടെ നല്ല പ്രത്യാശയ്ക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാരീരിക, മാനസിക, ആത്മീയ നന്മകൾ വാർദ്ധക്യത്തിൽ അവർക്ക് ലഭ്യമായി തീരാൻ ദൈവം കൃപ ചെയ്യണമേ. പലതരത്തിലെ പ്രശ്നങ്ങളെ കുടുംബങ്ങളിൽ അവർ അഭിമുഖീകരിക്കുന്നു. ദൈവം കൂടെ ഇരിക്കണം, വഴി നടത്തണം, സഹനദോഷം വിടിയിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹത്തോടുകൂടെ നന്മ പ്രാപിപ്പാൻ സഹായിക്കണമേ. ബെഥേൽ ഗ്രാമിലെ അന്തിവാസികളായി നാളിൽ പാർക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ മക്കളെ എടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ ദിവ്യമായ സമാധാനവും അനുഗ്രഹവും അവിടുന്ന് പകർന്ന് വഴിനടത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവാനുഗ്രഹം എല്ലാ കുടുംബങ്ങളുടെ മേലും ചൊരിയണമേ. ഓരോ കുടുംബങ്ങളുടെയും വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരുന്ന വഴിനടത്തിയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അവിടുത്തെ കരുണയും കരുതലും കൃപയും സ്നേഹവും മനസ്സിലും എല്ലാം ഞങ്ങൾ അനുഭവിച്ചൊക്കെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകല ദോഷങ്ങൾ വിടുവിക്കണം. എന്തെത്തോളം കർത്താവിനെ ആശ്രയിപ്പാനോട് സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക ദിവസങ്ങളിൽ കോവിഡ് പോസിറ്റീവായി ചികിത്സയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ദൈവത്തിന് അനുഗ്രഹം പകർന്ന് സകല ദോഷവും പോക്കുകയും സൗഖ്യദായകനെ അവിടുന്ന് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിപാലിച്ച് ചികിത്സയിലായിരിക്കുന്ന പിതാവിന് പൂർണ്ണമായിട്ട് സൗഖ്യമുണ്ടാകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് അടിപ്പിണരാനുള്ള സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്റ്റോണിന്റെ പ്രയാസം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയമകനെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. രോഗബന്ധനെല്ലാം യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകണമെന്ന് അപേക്ഷിക്കുന്നു. ആപത്തിൽപ്പെട്ട് ഭവനത്തിലായിരിക്കുന്ന പ്രിയമകളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. സൗഖ്യദായകനായ ദൈവം സൗഖ്യം കൊടുത്ത് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദോഷത്തും വിടുവിച്ചനായി സ്തോത്രം. സഭയില് മറ്റു പല രോഗങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗബാധിതരായും ഹൃദ്രോഗികളായും വൃക്കരോഗികളായും കരൾ രോഗികളായും കർത്താവേയും ശ്വാസമുട്ടിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രിയമുള്ളവർ, മറ്റ് ജീവിതശൈലി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർ, തൈറോയിഡ്, ആസ്മ, അലർജി, കർത്താവ് അൾസർ കാരണം പ്രയാസം അനുഭവിക്കുന്നവർ, സ്പോണ്ടിലൈറ്റിസിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ഡിസ്കംപ്ലൈന്റിനാൽ വേദന അനുഭവിക്കുന്നവർ, കൈകാൽ മുട്ടുവേദന ഇവയൊക്കെ ഈ നാടുകളിൽ നേരിടുന്നവർ, കർത്താവേയും വിരിക്കോസ് വെയിന്റെ പ്രയാസങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്നവർ, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ധാരാളമായിട്ട് പകർന്ന് അത്ഭുത സൗഖ്യം അവിടുന്ന് കൊടുത്ത് വിടുവിച്ച് കാത്തുകൊണ്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിനും മയക്കുമരുന്നിന് അടിമകളായി ജീവിക്കുന്നവരെ അതിന് വിടുവിച്ച് അനുഗ്രഹിക്കണമേ. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് ഞങ്ങളുടെ ചർച്ചകാളിൻ്റെയും നവീകരിച്ച പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്ന സ്തോത്ര പ്രാർത്ഥനയിലും തിരുകൃപ കൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസ്ട്രിക്റ്റിനെയും മഹായിടവകയും നേതൃത്വം വഹിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ സഭയും അഭിമന്യ മോഡേൺ തിരുമേനിയും ദൈവം അനുഗ്രഹിച്ച് നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വജനത്തെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹവും കൃപയും ധാരാളമായിട്ട് പകരണമേ. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാലോട് നിറച്ച് സമാധാനത്തോടെ വഴി നടത്തണമേ. അവിടുത്തെ അനുഗ്രഹം ധാരാളമായിട്ട് പകരുകയും കൃപയോടെ ഞങ്ങളെ കാക്കുകയും ചെയ്യണമേ. ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിച്ച് തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാലോട് നിറയ്ക്കുകയും അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം കരേറ്റുന്നു. പ്രത്യേകിച്ച് വചനം സംസാരിക്കുന്ന പ്രിയച്ചനെയും അവിടുത്തെ ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. വചനമയച്ച് സൗഖ്യമാക്കുന്ന, രൂപാന്തരപ്പെടുത്തുന്ന, വിടുവിക്കുന്ന ദിവ്യശക്തി സകലം വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ച് ജീവിതത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ അനുഭവങ്ങളും ഞങ്ങളെ വിട്ട് നീങ്ങി സന്തോഷവും സമാധാനവും ദൈവകൃപയും പ്രാപിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവേ അവിടുന്ന് തുണയേകണമേ. കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രമഹത്വം ഏറ്റെടുക്കണം. തുടർന്നുള്ള ആരാധനകളുടെ അവിടുത്തെ ദിവ്യ ചെയ്തതിനും കൃപയും പകർന്ന് വഴി നടത്തണം. യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷ കടത്താതെ സകലദോഷം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങക്കുള്ളതല്ലോ. ആമീൻ. ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിൽ 547 ഗീതം പാടാം. ആ സമയത്ത് അതിനുശേഷം അച്ഛനത്തേക്ക് ആവശ്യമായ ദൈവന ദൂത് നമുക്ക് നൽകുന്നതാണ്. ഗീതം 463 ഗീതം.
പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ആലോചനകളിൽ തിരുസാന്നിധ്യം നൽകി അനുദിനം ബലപ്പെടുത്തുന്ന നല്ല കർത്താവേ, ഒരിക്കൽ കൂടെ തിരുസന്നിധിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ആരാധനയുടെ മധ്യത്തിൽ വചന കേൾവിക്കായി ഞങ്ങൾ വിനയപ്പെടുന്നു. ആലോചനകളിൽ തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. കേൾക്കുന്ന അവിടുത്തെ മക്കളെയും സംസാരിക്കുന്ന അടിയനെയും ഇവിടുന്ന് അവിടുത്തെ കൃപയുടെ മറവിൽ കാത്തുകൊണ്ടാലും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടി ജീവിതത്തിൽ അനുഭവിപ്പാനും പ്രാർത്ഥനയോടെ തിരുവാലയത്തിലായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന കരുതുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായും സ്തോത്രം. സ്നേഹവും ബഹുമാനവുമുള്ള ഡിസ്ട്രിക്ട് ചെയർമാൻ അച്ഛൻ, പ്രിയമുള്ളവരെ, അല്പനിമിഷ ചിന്തകൾക്കായി പാഠമായി വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന വേദഭാഗങ്ങളിൽ നിന്നാണ്. സഭ ഇന്ന് വയോജന ഞായറായിട്ടാണ് ആരാധിക്കുകയും വയോജന ജനങ്ങളെ ഓർക്കുകയും ചെയ്യുന്നത്. ഞങ്ങളെ പഠിപ്പിച്ച മോത്തിവർക്കിയച്ചൻ എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്: മുതിർന്നവരെ ബഹുമാനിക്കണം. അതിനച്ഛൻ പറയുന്ന ചിന്ത ഇങ്ങനെയാണ്: അവർ ആയുസ്സിനെ പകുത്തു നൽകിയവരാണ്. അവരുടെ ആയുസ്സിൻ്റെ ഏറിയ ഭാഗവും പുതിയൊരു തലമുറ സമൂഹത്തിൽ വളരണം. അതിനുവേണ്ടിയുള്ള അധ്വാനം അവർ പങ്കിട്ടതാണ്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കണം. അവരെ ബഹുമാനിച്ചാൽ വചനം പറയുന്നത് റിവാർഡ് നൽകുമെന്നാണ്. 10 കൽപ്പനകളിൽ ശ്രദ്ധേയമായിരിക്കുന്നതും മറ്റെല്ലാത്തിനും നിങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ ഇതിന് റിവാർഡ് നൽകുമെന്നുള്ളതാണ് കൽപ്പനകളിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. മുതിർന്നവരെ ബഹുമാനിക്കുവാനും അംഗീകരിക്കുവാനും അനുസരിക്കുവാനും സാധിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രിയ അധ്യാപകനായ അച്ഛൻ എപ്പോഴും ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ ഈ വേദഭാഗത്ത് 4 ആൾക്കാർ, ഒരു സോഷ്യൽ റീഡിങ്ങിൽ നോക്കിയാൽ 4 മുതിർന്ന ആൾക്കാർ 5-ാമനായ ഒരുവനെ യേശുവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ 4 പേരുടെ ജീവിതവും അവരുടെ പ്രവർത്തനങ്ങളെയും പഠിച്ചാൽ 4 പേരിൽ നിന്ന് ചില കാര്യങ്ങൾ എങ്കിലും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. പലപ്പോഴും പക്ഷപാതക്കാരന് ലഭ്യമായ സൗഖ്യത്തെക്കുറിച്ച് പല ധ്യാനങ്ങളിലും നാം കേട്ടിട്ടുണ്ട്. ഈ 4 ആൾക്കാർ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്ന ചില കാര്യങ്ങൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. 1, മുന്നറിവുള്ളവർ, മുമ്പേ നടന്നവർ മുഴുവൻ അറിവിലേക്കും മുന്നേറേണ്ടതായിട്ടുണ്ട്. മുന്നറിവുള്ളവർ, മുൻപേ നടന്നവർ മുഴുവൻ അറിവിലേക്കും മുന്നേറേണ്ടതായിട്ടുണ്ട്. ആ വേദഭാഗ സന്ദർഭം ഇങ്ങനെയാണ്: കവർന്നഹോമിൽ യേശു പിന്നെയും ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വേദഭാഗം പഠിപ്പിക്കുന്നത്. ആ വേദഭാഗത്തിലെ പ്രത്യേകത, 4 ആൾക്കാർ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. യേശുവിനെ മുമ്പേ അറിഞ്ഞവരും യേശുവിനെ ഇപ്പോൾ കേൾക്കുവാൻ താല്പര്യമുള്ളവരും പുതുതായി യേശുവിനെ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരുമാണ് ആ ഭവനത്തിൽ വന്ന് ചേർന്നിട്ടുള്ളത്. വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം ജനം വന്നുകൂടി എന്നാണ് വേദഭാഗം സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ: മുൻപേ യേശുവിനെ അറിഞ്ഞ ചില ആൾക്കാർ, അവരാണ് 5-ാമനായ ഒരുവനെ യേശുവിൻ്റെ സന്നദ്ധിയിലേക്ക് കൊണ്ടുവരുന്നത്. യേശുവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് പക്ഷപാതക്കാരനെ 4 ആൾ അവിടെ കൊണ്ടുവരുവാനിടയായി തീർന്നത്. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിന്നേക്കാൾ ലോകം കണ്ടിട്ടുള്ളവനാണ്, നിന്നേക്കാൾ അറിവുള്ളവനാണ്, നിന്നേക്കാൾ ജ്ഞാനമുള്ളവനാണ്. ഇതെല്ലാം സീനിയോറിറ്റിയെ കുറിക്കുന്ന വാക്കുകളാണ്. നമ്മുടെ ഭവനത്തിലായാലും കൊച്ചുമക്കളെക്കാളേറെ
മുൻപേ അറിഞ്ഞത് മാതാപിതാക്കളാണ്. യേശുവിനെ അറിഞ്ഞതുകൊണ്ട്, മുന്നമേ യേശുവിനെ അറിഞ്ഞ് യേശുവിനെ സ്വീകരിച്ചതുകൊണ്ട് മുഴുവൻ അറിവിലേക്ക് മുന്നേറുവാനും മുന്നടക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? 4 ആൾക്കാർ യേശുവിനെ അറിഞ്ഞു എന്നതുകൊണ്ട് അവിടെ ഒതുങ്ങി നിൽക്കില്ല. യേശുവിനെ കുറിച്ചുള്ള അവരുടെ അറിവ് യേശുവിനെ ആവശ്യമുള്ള ഒരുവനെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായിത്തീരുന്നു. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറക്കാർക്ക് യേശുവിനെ ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കേണ്ടുന്നത് ആരുടെ കടമയാണ്? യേശുവിനെ അവരുടെ മുമ്പിൽ വ്യക്തമാക്കി അനുഭവിച്ച് നൽകുവാൻ ബാധ്യസ്ഥത നമുക്കുണ്ട്. കർത്താവിനെ മുമ്പേ അറിഞ്ഞവർ, മുമ്പേ നടന്നവർ കൂടുതലുള്ള അറിവിലേക്ക് അവർ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കരങ്ങളിൽ ലഭ്യമായ വേദഭാഗം നമ്മുടെ മക്കളോട് വായിക്കണമെന്നും മക്കളോട് പഠിക്കണമെന്നും പറയും. 50 55 വയസ്സ് കഴിഞ്ഞ നമ്മോട് നമ്മൾ ചോദിച്ചാൽ എത്ര പ്രാവശ്യം ഈ വേദപുസ്തകം എനിക്ക് വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ മുമ്പേ അറിഞ്ഞവനാണ്. എൻ്റെ മകനേക്കാൾ, മകളേക്കാൾ, സഹോദരനേക്കാൾ, സഹോദരിയേക്കാൾ ഞാൻ എൻ്റെ കർത്താവിനെ മുമ്പേ അറിഞ്ഞവരാണ്. ആ മുമ്പേ അറിഞ്ഞ അറിവ് എത്ര അളവിൽ വളർത്തുവാൻ, പരിപൂർണതയിലേക്ക് നയിപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിൽ 4 ആൾക്കാർ യേശുവിൻ്റെ അടുത്തേക്ക് പക്ഷപാതക്കാരനെ കൊണ്ടുവരുമ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾ മുമ്പേ കർത്താവിനെ അറിഞ്ഞു. ഞങ്ങൾക്ക് ലഭ്യമായ അറിവ് യേശുവിനെ, കർത്താവിനെ ആവശ്യമുള്ള ഒരുവിനെ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ മുൻപേ നടക്കുന്നവരായി തീരുവാനിടയായി. ഭവനത്തിൽ മാതാപിതാക്കളായി, മുതിർന്നവരായി ദൈവം നമ്മെ വിവിധ തലങ്ങളിൽ ഉയർത്തുമ്പോൾ മുമ്പേ നടക്കുവാൻ ബാധ്യസ്ഥരാണ്. കർത്താവിനെ മുമ്പേ അറിഞ്ഞവരാണ്. കൂടുതൽ അറിയുന്നവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. 2, മുമ്പേ അറിഞ്ഞവർ അവർ മധ്യസ്ഥതയ്ക്ക് പോവുകയാണ്. 4 ആൾക്കാർ യേശുവിനെ കുറിച്ച് അറിഞ്ഞു. അവരുടെ അറിവ് തങ്ങളിൽ തന്നെ ഒതുക്കിയില്ല. അവർ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പോവുകയാണ്. ആർക്ക്, എന്തിന് എന്നുള്ളതാണ് ചോദ്യം. 3 തരത്തിലാണ് അവിടെ മധ്യസ്ഥതയ്ക്ക് പോയതായി ഞാൻ വായിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. യേശുവിനും ജീവിതത്തിലും വേണ്ട വിധം ജീവിതത്തിൽ മുന്നേറുവാൻ സാധിക്കാതെ പോയവർക്ക്, ജീവിതത്തിൽ തളർന്നു പോയവർക്ക്, യേശുവിനെ വേണ്ട വിധത്തിൽ അറിയാത്തവരുടെ ഇടയിൽ, യേശുവിനെ ആവശ്യമുള്ളവരുടെ ഇടയിൽ. 4 ആളും ഈ 5-ാമനുമായിട്ടുള്ള ബന്ധം എന്ത് എന്ന് വേദഭാഗം വ്യക്തമാക്കി നൽകുന്നില്ല. പക്ഷെ ആ 4 പേരുടെ മധ്യസ്ഥതയാണ് 5-ാമനായ ഒരുവന് വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നത്. ചുറ്റുമുള്ളവർ പാപി എന്ന് മുദ്രണം കുത്തിയ 5-ാമനായിട്ടാണ് താഴെ വരുന്ന വേദഭാഗം വായിക്കുമ്പോൾ പഠിപ്പിക്കുന്നത്. സമൂഹം പാപി എന്നും അവൻ ഞങ്ങളോടൊപ്പം നിൽക്കുവാൻ യോഗ്യതയില്ലാത്തവനാണെന്നും ഞങ്ങളോടൊപ്പം എത്തുവാൻ മതിയായവനല്ലാത്തവനെന്നും കർത്താവിനെ വ്യക്തമായി അറിഞ്ഞിട്ടില്ലാത്തവനെന്നും മറ്റുള്ളവരും സമൂഹവും പറഞ്ഞു നിൽക്കുമ്പോൾ ഈ 4 ആൾക്കാർ അവന് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സഭയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ രോഗാവസ്ഥകളിൽ കഴിഞ്ഞ പലർക്കു വേണ്ടിയും സഭ മധ്യസ്ഥ ചെയ്തു. പലരുടെയും സാക്ഷ്യം അവരുടെ ഭവനങ്ങളിൽ പോകുമ്പോൾ സഭയുടെ പ്രാർത്ഥന വളരെ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ഞങ്ങൾക്ക് മുന്നേറുവാനിടയായി. പലപ്പോഴും ഞാൻ ഓർത്തു പോകുന്നൊരു കാര്യമുണ്ട്. പല സന്ദർഭങ്ങളിലും എവിടെ നിന്ന് ഈ ശക്തി ലഭ്യമാകുന്നു എന്നോ, ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികമായിട്ടുള്ളൊരു കരുതൽ ശുശ്രൂഷാതലങ്ങളിൽ ഞങ്ങൾക്ക് ലഭ്യമായി തീരുന്നു എന്നുള്ളത് എങ്ങനെയെന്ന് ചിന്തിക്കുമ്പോഴും ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോഴും വ്യക്തമായി നൽകുന്നത് പലരും മധ്യസ്ഥത ചെയ്യുന്നതിലൂടെയാണ്. 4 ആൾക്കാർ 5-ാമനായ ഒരുവന് വേണ്ടി മധ്യസ്ഥ ചെയ്യുകയാണ്.
അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു അഞ്ചാമന സൗഖ്യം നൽകുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ മധ്യസ്ഥത നൽകുന്നതിൻ്റെയും മധ്യസ്ഥതയ്ക്കായി സമയം വേർതിരിക്കുന്നതിൻ്റെയും അളവ് എത്രമാത്രമാണ്? എൻ്റെ മകന് വേണ്ടി അവൻ്റെ വിഷമസമത്ത് സമയങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ മധ്യസ്ഥത വഹിക്കുന്നത് പോലെ മറ്റാർക്കും ഉള്ളു തുറന്ന് കരയുവാൻ സാധിക്കുകയില്ല. എൻ്റെ കുടുംബത്തിലോ എൻ്റെ സമൂഹത്തിലോ എൻ്റെ ചുറ്റുവട്ടങ്ങളിലോ ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നാം മധ്യസ്ഥത വഹിക്കുന്നത് പോലെ മറ്റൊരാൾ മധ്യസ്ഥത വഹിക്കുവാൻ സാധിക്കുകയില്ല. ബാംഗ്ലൂർ സെമിനാരിയിൽ പഠിച്ചപ്പോൾ അധ്യാപകന്മാർ ഞങ്ങൾ ഓർമ്മപ്പെടുത്തിയൊരു കാര്യമുണ്ട്. നിങ്ങളൊരു സഭയിലാക്കി വയ്ക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ആ സഭയുടെ പ്രശ്നങ്ങളിൽ നിങ്ങളല്ലാതെ മറ്റൊരാൾ പ്രാർത്ഥിക്കാൻ വരില്ല. നിങ്ങളാണ് ആ സഭയെ അറിയുന്നത്. മധ്യസ്ഥത വഹിക്കേണ്ടുന്ന ഇടങ്ങളിൽ മധ്യസ്ഥത വഹിക്കാൻ നിങ്ങൾക്ക് സാധ്യമായി തീരണം. യേശുവിനെ ഞാൻ അറിഞ്ഞു. യേശുവിനെ കുറിച്ചുള്ള അറിവും ബോധവും എല്ലാം ജീവിതത്തിലുണ്ട്. ഈ നാലാൾക്കാർക്കും യേശുവിനെ കേൾക്കുവാൻ വന്നിരിക്കുന്നവർക്കും യേശുവിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവും വ്യക്തമായ ബോധവുമുണ്ട്. പക്ഷേ അവരുടെ അറിവ് അവർ മധ്യസ്ഥതയ്ക്കായി വിനിയോഗിക്കുവാനിടയായി തീർന്നു. എല്ലായ്പ്പോഴും ചെയ്യുന്നത് പോലെയല്ല. ചില സന്ദർഭങ്ങളിൽ അധികം ശ്രദ്ധ കൊടുക്കണം, ചില സന്ദർഭങ്ങളിൽ അധികം സമയം വേർതിരിക്കണം. ജീവിതത്തിൽ മധ്യസ്ഥത ചെയ്യുന്നതിൽ നാം വളരേണ്ടുന്നത് ആവശ്യമാകുന്നു. 2 കാര്യങ്ങളാണ് ഈ പ്രഭാതത്തിൽ ചിന്തിച്ചത്. ഒന്ന്, യേശുവിനെ മുമ്പേ അറിഞ്ഞവർ. യേശുവിനെ മുമ്പേ അറിഞ്ഞവർ വരുന്ന തലമുറക്കാർക്ക് മുമ്പേ നടക്കേണ്ടുന്നവരാണ്. അവരെ പൂർണ്ണ അറിവിലേക്ക് മുന്നേറേണ്ടതാണ്. നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ തലമുറക്കാർക്ക് വിശ്വാസത്തിൽ മുമ്പേ നടക്കുമ്പോൾ യേശുവിനെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ, യേശുവിൻ്റെ സന്നദ്ധയിൽ അവരെ ഏകാഗ്രതയോടെ വളർത്തുവാൻ നമുക്ക് സാധ്യമായി തീരണം. യേശുവിനെ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കാതെ മധ്യസ്ഥത ചെയ്യുവാൻ നമുക്ക് സാധ്യമായി തീരണം. Their information, they used to become interceding people. ആ 4 ആൾക്കാരുടെ പ്രത്യേകത, വാതിൽക്കൽ പോലും സ്ഥലമില്ലാതെ വണ്ണം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നവരിൽ നിന്ന് ഈ 4 ആൾക്കാർ ആ വേദഭാഗത്ത് വ്യത്യസ്തരായിത്തീരുന്നത് യേശുവിനെ ആവശ്യമുള്ളവർക്ക്, തങ്ങളോടൊപ്പം എത്തിപ്പെടാത്ത ഒരുവന് വേണ്ടി, ജീവിതത്തിൽ വേണ്ട വിധം യേശുവിനെ അറിയാതെ പോയ ഒരുവന് വേണ്ടി അവിടെ കൂടിയിരുന്ന ബഹുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി 4 ആൾക്കാർ മാറിയപ്പോൾ അവർ 5-ാമന് വേണ്ടി ദൈവസന്നദ്ധയിൽ മധ്യസ്ഥതയ്ക്കായി പോയി. നമ്മുടെ തലമുറക്കാർക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മുടെ മധ്യസ്ഥതകൾ വളരുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുന്നു. ശാന്തമായി നാം ചിന്തിച്ചു നോക്കുക. ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം മാത്രം എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ അധ്വാനങ്ങൾക്കും എൻ്റെ സുരക്ഷിതങ്ങൾക്കും വേണ്ടി മധ്യസ്ഥത ചെയ്തതിൻ്റെ അളവ് ഓർത്തെടുക്കുവാൻ പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം സാധ്യമായി തീരും. യേശുവിനെ മുമ്പേ അറിഞ്ഞ നാം പൂർണ്ണ അറിവിലേക്ക് മുന്നേറുക. യേശുവിനെ അറിഞ്ഞ അറിവ് ആവശ്യമുള്ള ഇടങ്ങളിൽ മധ്യസ്ഥതയുടെ തലങ്ങളിലേക്ക് വളരുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ചർച്ചകേറൊരു ഗാനം ആലപിക്കുമ്പോൾ സ്തോത്ര കാഴ്ച മേശമേൽ സ്വീകരിക്കുന്നതാണ്. ും
നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്നവർ ചർച്ച് ഹാളിൽ കസേര വാങ്ങുന്നതിന് നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ഡേവിഡ്സൺ ടി വാട്സൺ നിവാസ്. പൂർ ഫണ്ടിലേക്ക് നേർച്ച അർപ്പിച്ചിരിക്കുന്നത് ജയ സെൽവരാജ് ഇമ്മാനുവേൽ ഹൗസ്. പൂർ ഫണ്ടിൻ്റെ ബോക്സ് കളക്ഷൻ ഗിരിജ ഷൈനി ഭവൻ. മറ്റ് നേർച്ചകളായി അർപ്പിച്ചിരിക്കുന്നത് സുമംഗല ജെ മിഥുൻ ഭവൻ, ഷിബു ആൻഡ് ഫാമിലി ഏതേൻ ഹൗസ് കമുകറ, സുനിൽ ജേക്കബ് സുനിൽ നിവാസ്. റെസ്റ്റോറൻറ്റും ബേക്കറിയും ആരംഭിക്കുന്നതിന് സഹായിച്ചതിന് നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്തോത്ര കാഴ്ച അർപ്പിച്ചിരിക്കുന്നത് വീണ വാട്സൺ വാട്സൺ വില്ല. ജന്മദിന സ്തോത്രങ്ങൾ അർപ്പിച്ചിരിക്കുന്നത് സാങ്കുട്ടി സുവിശേഷകർ ക്രിസ്മിൻ നിവാസ്, രേഷ്മ എഡ്വിൻ ദാസ് വിലാസ്, മെറിൻ റാണി ദാസ് വിലാസ്, RL എഡ്വിൻ ദാസ് വിലാസ്, ആതിര അതുല്യ ഭവൻ, റൊണാൾഡ് ജസസ് പഴവിളയിൽ, അജീഷ് A പള്ളിവിള. വിവാഹവാർഷിക കാണിക്കൽ അർപ്പിച്ചിരിക്കുന്നത് ശ്രീ ആൻഡ് ശ്രീമതി എഡ്വിൻ രേഷ്മ എഡ്വിൻ ദാസ് വിലാസ്. വരുന്ന ആഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവർ നദാഷൈൻ നെതാന്യ, അലനസ് ജേക്കബ് സുനിൽ നിവാസ്, വിമല കണ്ണനിക്കോണം, ആശീർവാദം സുവിശേഷകർ തേറക്കോട്, സെലീന സെൽവി ആൽഫ നിവാസ്, ലൈനക് വിറ്റിൻ സാം പുഞ്ചിരി കോട്ടേജ്, അനിത ആൻസി ഭവൻ, പ്രീതി പ്രേം ക്രൗൺ കോട്ടേജ്, ഷിജി സുധീഷ് രാജേഷ് ഭവൻ, ജിജോ അകത്തോട്ട് ഓണം, ലിവിൻ എൽ സൈജു ആഷർവില. പ്രിയമുള്ളവർക്ക് സഭയുടെ എല്ലാ ജന്മദിനാശംസകളും ദൈവകൃപകളും നേർന്നുകൊള്ളുന്നു. വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ ശ്രീ ആൻഡ് ശ്രീമതി സൽവദാനം നേരി. പ്രിയ കുടുംബത്തിന് സഭയുടെ എല്ലാ വിവാഹ വാർഷികാശംസകളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊള്ളുന്നു. ഈ കാഴ്ചകളെയും നേർച്ചകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സഭയുടെ ആവശ്യങ്ങൾക്കായി ഒരു മൈക്ക് സംഭാവനയായി വാങ്ങിച്ച് നൽകിയത് സ്നേഹമുള്ള ജോഫി സാംജീസാണ് പേഴ്സണേജ്. ഇതിനെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കരുതുന്ന എല്ലാ നിമിഷങ്ങൾക്കായും സ്തോത്രം. ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾക്ക് അടുത്തു വരുവാൻ അവിടുന്ന് കൃപ പകർന്നപ്പോൾ അധ്വാനത്തിൽ നിന്നൊരംശം വഴിപാടുകളായി അർപ്പിപ്പാൻ അവിടുന്ന് അനുഗ്രഹിച്ച കൃപകൾക്കായി സ്തോത്രം. സഭയുടെ ചർച്ച് ഹാളിൻ്റെ പ്രവർത്തനങ്ങൾക്കായും സഭയുടെ മറ്റു പ്രവർത്തനങ്ങൾക്കായും നേർച്ചകൾ അർപ്പിച്ചിരിക്കുന്ന എല്ലാവരെയും കാത്തുകൊള്ളണമേ. പൂർ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ബലപ്പെടുത്തുന്ന കൃപകൾക്കായി നന്ദി. അതിലേക്കായി നേർച്ചകൾ വെച്ച പ്രിയമുള്ള മക്കളെയും അവിടുന്ന് ശുദ്ധീകരിക്കണം, ബലപ്പെടുത്തണമേ. ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങൾക്കും പ്രതിസന്ധികളുടെ മധ്യത്തിൽ തിരുസന്നിധികൾ പ്രത്യേകം നേർച്ചകൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് കൃപയോടെ കടാക്ഷിക്കണമേ. പഠന സംബന്ധമായ ഉയർച്ചകൾക്കായി, ശരീര സൗഖ്യത്തിനും രോഗസൗഖ്യത്തിനുമായി പ്രാർത്ഥനയ്ക്കായി, മറ്റ് ആവശ്യങ്ങൾക്കായി, ഞങ്ങൾ ആരംഭിച്ച സ്ഥാപനങ്ങളുടെ ഉയർച്ചകൾക്കായി നേർച്ചകൾ വച്ചിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കൃപയോടെ കടാക്ഷിച്ച് ബലപ്പെടുത്തണമേ. ആയുസിൻ്റെ ഉടയവൻ പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങൾ കൃപ പകർന്നപ്പോൾ ഞങ്ങളെയും അവിടുന്ന് ചേർത്തണച്ച് ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം. വരവേൽക്കുന്ന പുതിയ വർഷമൊക്കെ അനുഗ്രഹമായി തീരുവാൻ കൃപ പകരണമേ. വരവേറ്റ പുതിയ കുടുംബവർഷത്തെയും ഇവിടുന്ന് കൃപയാൽ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന നാളുകളിൽ പുതിയ വയസ്സിലേക്ക് പ്രവേശിപ്പാനും പുതിയ കുടുംബവർഷത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കൃപയോടെ അവിടുന്ന് കടാക്ഷിച്ച് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആവശ്യങ്ങൾക്കായി സംഭാവനയായി നൽകിയ മൈക്കിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാങ്ങി നൽകിയ പ്രിയ മകനെയും അവിടുന്ന് ബലപ്പെടുത്തണമേ, നന്മകളാൽ നിറച്ചു വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാഴ്ചകളെയും നേർച്ചകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ചാലും ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള നന്മ ഞങ്ങൾക്കും തലമുറക്കാർക്കും പ്രദാനം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരസ്യങ്ങളായി സഭയെ ഓർമ്മപ്പെടുത്തുവാനുള്ള കാര്യങ്ങൾ: വരുന്ന ഞായറാഴ്ച 2 ആരാധനകൾ 7 മണിക്കും 8:30 എന്നീ സമയക്രമങ്ങളിൽ 2 ആരാധനകളായിരിക്കും ആലയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ആരാധനകളിലൊന്ന് യൂട്യൂബ് ചാനലിൽ വൈകുന്നേരം 5 മണിക്ക് സംപ്രേഷണം ചെയ്യുന്നതുമായിരിക്കും. തിരുവത്താഴ ശുശ്രൂഷയായിട്ടായിരിക്കും വരുന്ന ഞായറാഴ്ച ആരാധന ക്രമീകരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ കടന്നു വരുവാൻ ഉറപ്പെടുത്തുന്നു. വരുന്ന ഞായറാഴ്ച ആരാധനകൾക്ക് ശേഷം ബിൽഡിംഗ് കമ്മിറ്റിയും ബിൽഡിംഗ് കമ്മിറ്റിക്ക് ശേഷം സഭാ കമ്മിറ്റിയും ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ഞായറാഴ്ച ആലയത്തിൽ നമ്മുടെ സഭയിൽ പണി പൂർത്തീകരിച്ച ചാരുബെഞ്ചിനെ ദേവാലയ ഉപയോഗങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് വേർതിരിച്ച് പ്രത്യേക പ്രാർത്ഥന, സ്തോത്ര പ്രാർത്ഥന ക്രമീകരിക്കുന്നതാണ്. 8:30 മണിക്കുള്ള ആരാധനയിലായിരിക്കും അത് ക്രമീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയോട് ഓർക്കുകയും അന്നേ ദിവസം പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അന്നേ ദിവസം പൂർ ഫണ്ട് സൺഡേ ആയി കൂടിയാണ് ആലയത്തിൽ നാം ക്രമീകരിച്ചിരിക്കുന്നത്. പൂർ ഫണ്ടിൻ്റെ നേതൃത്വത്തിൽ ധനസ്വരൂപണാർത്ഥം അവർ ഒരു ബിരിയാണി ഫെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നു. 100 രൂപ നിരക്കിൽ നിന്ന് ബിരിയാണി നമുക്ക് വാങ്ങാവുന്നതാണ്. അതുപോലെ പൂർ ഫണ്ടിൻ്റെ കവർ കളക്ഷനും ഈ ആഴ്ചകളിൽ നമ്മുടെ കരങ്ങളിൽ ലഭ്യമായി തീരും. വരുന്ന ഞായറാഴ്ച ആരാധനാമധ്യേ പൂർ ഫണ്ടിൻ്റെ കവറുകളും നമുക്ക് അർപ്പിക്കാവുന്നതാണ്. പൂർ ഫണ്ട് സൺഡേ ആയതുകൊണ്ട് അന്നേ ദിവസം ഒരു മുഖ്യാതിഥി നമ്മുടെ ആലയത്തിലെ ആരാധനയിൽ പങ്കെടുക്കുന്നതാണ്. അതുപോലെ ചാരുബെഞ്ചിൻ്റെ പണികൾ പൂർണ്ണമായി വരുന്നു എങ്കിലും ഇന്നും വാഗ്ദത്തം നൽകിയിട്ടുള്ളവർ തുകകൾ ഏൽപ്പിക്കാനും അതുപോലെ മറ്റ് സഹായങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ക്രമീകരണങ്ങളുണ്ട്. തുടർന്നുള്ള പ്രവർത്തനങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുവാൻ ഇനിയുമായി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ചർച്ച് ഹാളിൻ്റെ നവീകരണ പണികൾ പൂർത്തീകരിച്ചു. ഇന്ന് 10:30 സ്തോത്ര ആരാധനയായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നമുക്ക് 10:30 സ്തോത്ര ആരാധനയിൽ പങ്കെടുക്കാവുന്നതാണ്. 5 മണി വരെ സഭാ ഹാൾ തുറന്നിട്ടിരിക്കും. ഒരു കുടുംബത്തിലെ ഒരംഗമെങ്കിലും ഇന്നേ ദിവസം വന്ന് നവീകരിച്ച സഭാ ഹാളിൻ്റെ പ്രവർത്തനങ്ങളെ നോക്കി കാണാവുന്നതാണ്. പ്രാർത്ഥനയോട് ഓർക്കുവാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഇന്ന് സംഘടന ആരാധനകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ശ്രീജന സഖ്യത്തിൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ 4 മണിക്ക് ചർച്ച് ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. ശ്രീജന സഖ്യത്തിൻ്റെ ക്വിസ് കോമ്പറ്റീഷൻ 4 മണിക്ക് ചർച്ച് ഹാളിൽ വെച്ച് നടക്കുന്നതാണ്. ചൊവ്വാഴ്ചയിലെ ആരാധന ആലയത്തിലുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ കടന്നു വരിക. പുതുവർഷ കവർ കളക്ഷനും സ്വയവർജന കിഴിവരവും നോട്ടീസ് ബോർഡിൽ ഇട്ടിരിക്കുന്നു. ആരാധനയ്ക്ക് ശേഷം നമുക്ക് നോക്കി കാണാവുന്നതാണ്. ഓഡിറ്റിന് കഴിഞ്ഞ നാളുകളിൽ സഭയുടെ ബുക്കുകൾ കൊടുക്കുകയുണ്ടായി. ഓഡിറ്റ് കഴിഞ്ഞ ബുക്കുകളെല്ലാം സഭയിലെത്തിയിട്ടുണ്ട്. സംഘടനാ സെക്രട്ടറിമാർ അവരവരുടെ ബുക്കുകൾ വാങ്ങുവാൻ ഓർമ്മപ്പെടുത്തുന്നു. വരുന്ന ശനിയാഴ്ച കൊയർ പ്രാക്ടീസ് 5:30 ആലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. വരുന്ന ശനിയാഴ്ച കൊയർ പ്രാക്ടീസ് 5:30 ആലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒരു അനുശോചനം: നമ്മുടെ സഭയിൽ 160 കുടുംബ നമ്പറിൽ ഉൾപ്പെട്ട ഡോക്ടർ ജെ പ്രസൻകുമാർ 21/9/2021 ചൊവ്വാഴ്ച 66 വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അന്നേ ദിവസം അടക്ക ശുശ്രൂഷ സ്വഭവനത്തിൽ ക്രമീകരിച്ചു. 25/9/2021 ശനിയാഴ്ച അനുസ്മരണ പ്രാർത്ഥന നടത്തുന്നതിനും ദൈവം കൃപ പകർന്നു. ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രിയ കുടുംബത്തിന് സഭയുടെ എല്ലാ അനുശോചനങ്ങളും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഡോക്ടർ പ്രസൻകുമാർ എന്ന വന്യപിതാവിൻ്റെ ജീവിതത്തിനായി ഞങ്ങൾ സ്തോത്രം കരേറ്റുന്നു. പിതാവിൻ്റെ വേർപാട്ടിൽ ദുഃഖത്തിലായിരുന്ന എല്ലാവരെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് ആശ്വസിപ്പിച്ച് ശക്തീകരിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. പിതാവിലൂടെ കുടുംബത്തിൽ ലഭ്യമായി തീർന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി പറയുന്നു. ഈ കുടുംബം ആ പിതാവിൻ്റെ നല്ല മാതൃകൾ പിന്തുടരുവാനും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും അനുഗ്രഹവും നേടുവാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന കർത്താവിലുള്ള വിശ്വാസത്താൽ മരണത്തിനപ്പുറമായിട്ടുള്ള പ്രത്യാശയുടെ ജീവിതം, നിലനിൽക്കുന്ന ജീവിതം
ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനുവേണ്ടി ഞങ്ങളെയും ഒരുക്കുകയും യേശുക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷ നാളിൽ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള ഉറപ്പോടുകൂടി അവിടുന്ന് ഞങ്ങളുടെ വഴിനടത്തി പരിപാലിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം മഹത്വം ഏറ്റെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. 547 ഗീതത്തിൻ്റെ ഗീതം നമുക്ക് ഗായകത്തോട് ചേർന്ന് പാടാം. 547 ഗീതം. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിച്ച ആരാധനയുടെ മഹത്വം അവിടുന്ന് സ്വീകരിച്ചതിനായി സ്തോത്രം. അവിടുത്തെ അനുഗ്രഹവും കൃപയും ധാരാളമായി ഞങ്ങളുടെ മേൽ അവിടുന്ന് പകർന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൃപയും ഞങ്ങളോട് തുടർന്നും കൂടിയിരിക്കണമേ. കുറവെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. തിരുക്കൃപയും ഞങ്ങളെ പരിപാലിച്ച് വഴിനടത്തണമേ. തുടർന്നുള്ള ആരാധന അവിടുത്തെ ദിവിശേനം അനുഭവിപ്പാൻ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമുക്ക് വിശ്വാസത്തോടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ നിരന്തരമായ സംസർഗവും കൂട്ടാൻ നടത്തിപ്പ് അനുഗ്രഹവും നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.